ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചനത്തിന്റെ മുൻപിലായിരിക്കുവാൻ ഇപ്രകാരം ഒരു വേദി അവിടുന്ന് ഒരുക്കി തന്നതോർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവിന്റെ കരത്തിൽ നമ്മെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ മുൻപിൽ നമുക്ക് വീണ്ടും ആയിരിക്കാം. നാം കർത്താവിന്റെ വചനത്തിൽ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഹർമഗദ്ദോൻ യുദ്ധം എന്നുള്ള ഒരു വിഷയം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഇന്ന് പ്രധാനമായിട്ട് ചിന്തിക്കുന്നത്. ഹർമഗദ്ദോൻ യുദ്ധമെന്ന യുദ്ധത്തെക്കുറിച്ച് വേദ പഠിതാക്കളൊക്കെ പറയാറുണ്ട്. എങ്കിലും വാസ്തവത്തിൽ ഇത് ഈ ഹർമഗദ്ദോൻ എന്നുള്ള ഒരു സ്ഥലമില്ല. ഇത് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു പേരാണെന്ന് വേണം മനസ്സിലാക്കുവാൻ. നമ്മൾ വെളിപ്പാട് 16-ാം അധ്യായത്തിൽ വരുമ്പോൾ വെളിപ്പാട് 16-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവഭൂതലത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർക്കുവാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിക്കുവാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമഗദ്ദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അപ്പൊ ഇതാണ് ഈ ഹർമഗദ്ദോൻ യുദ്ധം എന്ന് പറയാനായിട്ട് കാരണം. ഈ ഹർമഗദ്ദോൻ എന്ന് പേരുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം വാസ്തവത്തിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ഹർമഗദ്ദോൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മെഗിദ്ദോ പർവ്വതം എന്നാണ്. ഹർ എന്നുള്ള വാക്കിന്റെ അർത്ഥം പർവ്വതം എന്നാണ്. മെഗിദ്ദോ എന്നുള്ള ഒരു സ്ഥലം ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക സ്ഥലത്ത് കൂടി വന്ന് നടത്തുന്ന ഒരു യുദ്ധമല്ല. ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള പേരാണ്. ഇത് ദൈവജനത്തിനെതിരെ പൈശാചിക ശക്തികൾ നടത്തുന്നതായിട്ടുള്ള ഒരു പോരാട്ടമാണ്, യുദ്ധമാണ് എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നത്. ഹർമഗദ്ദോൻ യുദ്ധം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്കെതിരെ പൈശാചിക ശക്തികൾ ലോകത്തിലെ ഗവൺമെന്റുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നതായിട്ടുള്ള പോരാട്ടമാണ്. ഇതിൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള ദൈവമക്കൾക്കെതിരെ നടത്തുന്നതായിട്ടുള്ള പോരാട്ടം, സഭയെ ഇല്ലാതാക്കുവാനും ദൈവമക്കളെ മുടിച്ചു കളയുവാനും വേണ്ടി അധർമ്മമൂർത്തിയുടെ നേതൃത്വത്തിൽ നടത്തുന്നതായ സഭാപീഡനം അതിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദൈവമക്കൾ കൂടുതലായിട്ട് വസിക്കുന്ന യെരൂശലേം നഗരത്തിനെതിരെ അധർമ്മമൂർത്തിയുടെയും ലോകരാജ്യങ്ങളുടെ സൈന്യങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്നതായിട്ടുള്ള ഒരു ആക്രമണമാണ്. അപ്പൊ ഇത് രണ്ടുമുണ്ട്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള ദൈവമക്കൾക്കെതിരെ ആ ഗവൺമെന്റുകളെ ഉപയോഗിച്ചുകൊണ്ട് അധർമ്മമൂർത്തിയുടെ അധികാരം നടപ്പാക്കുന്ന ലോക ഗവൺമെന്റുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഉപദ്രവവും പീഡനവും. രണ്ടാമത്തെ കാര്യം, യെരൂശലേം നഗരത്തിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് നടത്തുന്നതായിട്ടുള്ള ഒരു യുദ്ധം, സൈനിക ആക്രമണം തന്നെയാണത്. അപ്പൊ ഇവിടെ മെഗിദ്ദോ എന്ന് പറഞ്ഞുന്ന ഒരു സ്ഥലം ന്യായാധിപന്മാർ 5:19 നമ്മൾ കാണുന്നുണ്ട്. അതൊരു താഴ്വരയാണ്. മെഗിദ്ദോ വെള്ളത്തിന് അരികെ അന്ന് യുദ്ധം ചെയ്തു എന്നാണ് ന്യായാധിപന്മാർ 5:19 നമ്മൾ കാണുന്നത്. കനാന്യ രാജാവായ യാബീൻ എന്ന് പറയുന്ന ആ രാജാവിന് ഇസ്രായേൽ മക്കളെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. കാരണം അവര് ദൈവത്തെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ ആരാധിച്ചതിന്റെ ഫലമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ അവർ യഹോവയോട് നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് ഒരു വിടുതല് അയക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബാരാക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ യുദ്ധം ചെയ്യുകയാണ്. സീസര എന്ന് പറയുന്നതായ ആ കനാന്യ രാജാവിന്റെ സൈന്യാധിപനായ സീസരയുമായിട്ടും അവന്റെ സൈന്യവുമായിട്ടും ബാരാക്ക് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കൾ യുദ്ധം ചെയ്തതായിട്ടാണ് ന്യായാധിപന്മാർ 5 പറയുന്നത്. അപ്പൊ അവിടെ ശത്രുക്കൾ അനേകമാണ്, അസംഖ്യമാണ്. എന്നാൽ അന്നത്തെ ദൈവജനമായ ഇസ്രായേൽ മക്കൾ വളരെ കുറവാണ്. അവരുടെ മധ്യത്തിൽ പരിചയം കുന്തവും കണ്ടതേയില്ല എന്നാണ് 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യം. അപ്പൊ അവർക്ക് വാള് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു യുദ്ധത്തിൽ
ദൈവം ദെബോര എന്ന പ്രവാചകി മുഖാന്തരം ബാരാക്കിനോട് പറഞ്ഞു, നീ ഇന്നതുപോലെ യുദ്ധത്തിന് പുറപ്പെടുക. ഇന്ന ഒരു ശബ്ദം കേൾക്കുമ്പോൾ, ആ വൃക്ഷത്തലപ്പുകളിലൂടെ ഒരു ശബ്ദം നീ കേൾക്കുമ്പോൾ നീ യുദ്ധത്തിന് പുറപ്പെടുക, യഹോവ നിനക്ക് മുൻപായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ യഹോവയാണ് യുദ്ധം ചെയ്യുന്നത്. ദൈവമാണ് തൻ്റെ ജനത്തിന് വേണ്ടി അവിടെ യുദ്ധം ചെയ്തത്. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തതിന്റെ ഫലമായിട്ട് സീസര കൊല്ലപ്പെട്ടു, സൈനികരെല്ലാം അനേകർ കൊല്ലപ്പെട്ടു. ഇസ്രായേല് വലിയ വിജയം നേടുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഇവിടെ ഹർമ്മഗദ്ദോൻ എന്നുള്ള പേര് സൂചിപ്പിക്കുന്നത് മെഗിദ്ദോയിൽ നടന്ന ആ യുദ്ധം പോലെ ദൈവജനത്തിന്റെ ശത്രുക്കൾ ദൈവജനത്തോട് യുദ്ധത്തിന് വരുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ള ഒരു ചിത്രമാണ് ആ പേര് നമ്മളെ കാണിച്ചു തരുന്നത്. ഈ ഹർമഗദ്ദോൻ എന്ന് പറയുന്നതായിട്ടുള്ള പേര് സൂചിപ്പിക്കുന്നത് ശക്തിയില്ലാത്തതായിട്ടുള്ള ദൈവജനത്തിനെതിരെ ശത്രുക്കൾ യുദ്ധത്തിന് വരുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുക്കളെ പരാജയപ്പെടുത്തും, ദൈവജനത്തിന് വലിയ വിജയം നൽകുമെന്നുള്ളതായ ചിത്രമാണ് ഈ പേര് നമ്മളെ സൂചിപ്പിക്കുന്നത്. അത് മെഗിദ്ദോ താഴ്വരയിൽ വെച്ച് നടന്നതായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതൊരു പ്രത്യേക സ്ഥലത്ത് വെച്ച് നടത്തുന്ന ഒരു യുദ്ധമല്ല. പിന്നെയോ അത് ലോകവ്യാപകമായിട്ട് ദൈവജനത്തിനെതിരെ നടത്തുന്ന പോരാട്ടവും യെരൂശലേമിനെതിരെ നടത്തുന്നതായിട്ടുള്ള സൈനിക ആക്രമണവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ദൈവമക്കൾക്കെതിരെ ഭാവി കാലത്ത് അധർമ്മമൂർത്തിയും കള്ളപ്രവാചകനും അവിശ്വാസി സമൂഹവും ചേർന്ന് നടത്തുന്നതായിട്ടുള്ള പോരാട്ടമാണ് ഈ ഹർമഗദ്ദോൻ യുദ്ധം. ഈ പോരാട്ടം വാസ്തവത്തിൽ ആരോടാണ് എന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തുവിനോടാണെന്നാണ് വെളിപ്പാട് 17:14 നമ്മൾ കാണുന്നതായ കാര്യം. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താധി കർത്താവും രാജാധി രാജാവും ആകുക കൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. ഇവർ യേശുക്രിസ്തുവിനോടാണ് പോരാടുന്നത് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനോട് പ്രത്യക്ഷമായിട്ട് പോരാടുന്നില്ല. സഭയോടുള്ള പോരാട്ടം കർത്താവിനോടുള്ള പോരാട്ടമായിട്ടാണ് കർത്താവ് കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അവർ കുഞ്ഞാടിനോട് പോരാടും. യേശുക്രിസ്തുവിനോടാണ് ഇവരുടെ പോരാട്ടം. പിശാചിന്റെ ആ സ്വാധീനതയിൽ, പിശാചിന്റെ പ്രേരണയിൽ ഏകലോക ചക്രവർത്തിയും മത നേതാവും അവിശ്വാസി സമൂഹവും ലോകരാജ്യങ്ങളിലെ എല്ലാ ഭരണാധികാരികളും ഒന്നിച്ച് സഭയോട് യുദ്ധം ചെയ്യുകയാണ്. സഭയോടുള്ള യുദ്ധം യേശുക്രിസ്തുവിനോടുള്ള യുദ്ധമായിട്ടാണ് കർത്താവ് പരിഗണിക്കുന്നത്. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ശൗൽ എന്ന പൗലോസായി തീർന്ന ശൗലിനോട് കർത്താവ് ചോദിച്ചത് ഇതിന്റെ ഒരു ഉദാഹരണമാണ്. യേശുക്രിസ്തുവിനെ ശൗൽ ഒന്നും ചെയ്തില്ല, പക്ഷെ സഭയെ ഉപദ്രവിച്ച് മുടിച്ചത് എന്നോട് നീ ചെയ്ത കാര്യമാണെന്നാണ് കർത്താവ് അവിടെ ശൗലിനോട് പറയുന്നത്. അപ്പൊ കർത്താവിനോടുള്ള ഉപദ്രവമായിട്ടാണ് കർത്താവ് അതിനെ കാണുന്നത്. അപ്പൊ അതുപോലെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഈ പൈശാചിക ശക്തികൾ സഭയോട് നടത്തുന്ന പോരാട്ടം ക്രിസ്തുവിനോട് നടത്തുന്ന പോരാട്ടമാണ്. അങ്ങനെയാണ് യേശു കർത്താവ് അതിനെ കാണുന്നത്. പക്ഷേ കുഞ്ഞാടാണ് ജയിക്കുന്നത്. ആരോടുകൂടി? തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന, ക്രിസ്തുവിന്റെ വകയായിരിക്കുന്ന, സുവിശേഷത്താൽ വിളിക്കപ്പെട്ടവര്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവര്, വിശ്വസ്തരായിട്ട് നിലനിൽക്കുന്നവര്, അങ്ങനെയുള്ള ആളുകളാണ് ജയിക്കുന്നത്. തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായ ആളുകൾ കർത്താവിനോട് വിശ്വസ്തത പാലിക്കുന്നത് കൊണ്ട് മരണപര്യന്തം വിശ്വസ്തരായിരിക്കാം. മരണം നേരിട്ടാലും വിശ്വസ്തത കൈവിടാത്തവരാണ് ഈ ജയിക്കുന്ന ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടുകൂടെ കർത്താവ് ജയിക്കും എന്ന് പറയുമ്പോൾ ഈ വിശ്വസ്തരായിട്ട് തങ്ങളുടെ പ്രാണനെ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കേണ്ടി വന്നു എന്ന് ഇരിക്കും. അത് വരും. എങ്കിൽ തന്നെയും വിജയം പ്രാപിക്കുന്ന ആരാണ്? ദൈവമക്കളും ക്രിസ്തുവുമാണ് വിജയിക്കുന്നത്. കാരണം ഇതെല്ലാം ഒരു താൽക്കാലിക വിജയം മാത്രമാണ്. ഇവര് ദേഹത്തെ കൊന്നുകളഞ്ഞുകൊണ്ട് സഭയെ മുടിക്കുവാൻ ശ്രമിക്കുന്നതൊക്കെ നിസ്സാര കാര്യമാണ്. ദൈവത്തിന് ഇതെല്ലാം വളരെ നിസ്സാരമാണ്. കാരണം കർത്താവ് ആ സഭയെ ഉടനെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഇവരെയെല്ലാം അഗ്നി നരകത്തിലേക്ക് വിടുവാൻ പോവുകയാണ്. ഇത് ദൈവസന്നിധി, ദൈവിക കാഴ്ചപ്പാടിൽ ഇത് നമ്മൾ കാണണം. അതാണ് ദൈവം പറഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെ ജയിക്കുന്നത് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ ഉറച്ചിരിക്കണം. ജയിക്കുന്നത് യേശുക്രിസ്തുവും തന്നോട് ചേർന്ന് വിശ്വസ്തരായിട്ട് ജീവിക്കുന്ന ആളുകളും തന്നെയാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്.
അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിന് വേണ്ടി തന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും വിശ്വസ്തത പാലിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പൊ ഈ ഒരു പോരാട്ടം പോരാടുമ്പോൾ തീർച്ചയായിട്ടും ജയിക്കുന്നത് യേശുക്രിസ്തുവാണ്. കർത്താവിന്റെ സ്വർഗീയ സൈന്യവുമായിട്ട് കർത്താവ് വരുമ്പോൾ ഈ കള്ളപ്രവാചകനെ, അതുപോലെ അധർമ്മമൂർത്തിയെയും പിശാചിനെ തന്നെ ഈ അഗ്നി നരകത്തിലേക്ക് തള്ളിയിടുമെന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അവരെയെല്ലാം പിടിച്ചു കെട്ടി അഗ്നി തടാകത്തിലേക്ക്, തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു കളഞ്ഞു, തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് വിജയം ആർക്കാണ്? വിജയം തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനും തന്നോടുകൂടെയുള്ളവർക്കുമാണ്. അപ്പോൾ ഇതാണ് ഈ വെളിപ്പാട് 17:14 പറഞ്ഞിരിക്കുന്നത് ഒരു സുവർണ വാക്യമാണ്. ഈ വാക്യമാണ് വെളിപ്പാട് പുസ്തകത്തിലെ ആകമാനമായിട്ടുള്ള ആ ഒരു സംക്ഷിപ്തം എന്ന് പറയുന്നത്. സാത്താന്റെ കീഴിൽ നിൽക്കുന്നതായിട്ടുള്ള ലോക ഗവൺമെന്റുകള്, അവിശ്വാസി സമൂഹം എല്ലാം ദൈവസഭയോട് പോരാടും. അത് ക്രിസ്തുവിനോടുള്ള പോരാട്ടമാണ്. പക്ഷേ വിജയിക്കുന്നത് യേശു ക്രിസ്തുവും തന്നോടുകൂടെയുള്ള സഭയുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പോരാട്ടങ്ങളെല്ലാം കഴിയുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ളതായ ദൈവമക്കളെ ഉപദ്രവിച്ച് കൊല്ലുന്നതായിട്ടുള്ള പ്രക്രിയ കഴിയുമ്പോൾ പിന്നെ അവശേഷിക്കുന്ന ഒരു വലിയ സമൂഹം ദൈവമക്കള് യെരൂശലേമിലാണ് ഉള്ളത്. എല്ലാ ദൈവമക്കളും, ലോകത്തിലുള്ള എല്ലാ ദൈവമക്കളും തീർച്ചയായിട്ടും കൊല്ലപ്പെടുകയില്ല. കർത്താവിന്റെ രണ്ടാം വരവിൽ ജീവനോടെ ശേഷിക്കുന്ന ചിലരുണ്ട്. അവരുടെ ശരീരം രൂപാന്തരപ്പെടുമെന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ക്രിസ്തീയ വിശ്വാസികൾ ഈ ലോകത്തിൽ അവശേഷിക്കും. കർത്താവിന്റെ രണ്ടാം വരവിൽ കുറെ ജീവനോടെ ശേഷിക്കുന്ന വിശ്വാസികൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ദൈവമക്കൾ ഈ കർത്താവിന്റെ വരവെങ്കിലാണ് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനോട് ചേരുന്നത്, അല്ലെങ്കിൽ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്നത്. അവരുടെ ശരീരം രൂപാന്തരപ്പെടും. മരിച്ചുപോയവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള ദൈവമക്കൾ വളരെ ലോകത്തിൽ ചുരുക്കമായിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അവൻ വിശ്വാസം കണ്ടെത്തുമോ? വിശ്വാസം കണ്ടെത്തുവാൻ പറ്റാത്ത വിധത്തിൽ ദൈവമക്കളുടെ എണ്ണം വളരെ കുറവായി പോകും. പക്ഷെ യെരൂശലേമിൽ ഈ ദൈവമക്കൾ അന്ന് ധാരാളം ഉണ്ടായിരിക്കുമെന്നാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ യെരൂശലേമിനെ സൈനികമായിട്ട് തന്നെ ആക്രമിക്കുവാനായിട്ട് ഈ അധർമ്മമൂർത്തിയും അവന് കീഴ്പ്പെട്ടിരിക്കുന്ന ലോകരാജ്യങ്ങളും കൂടെ ഒരുമ്പെടും. യഹൂദന്മാർ ആ കാലത്ത് ഇവന്റെ അധികാരത്തോട് മത്സരിക്കുമായിരിക്കും. അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ നടക്കും. AD 70 അതുപോലെ റോമൻ ഗവൺമെന്റിനോട് യഹൂദന്മാര് മത്സരിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക് കീഴടങ്ങിയിരിക്കാതെ അവരുടെ അധികാരത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് AD 70 ടൈറ്റസിന്റെ നേതൃത്വത്തിൽ റോമൻ സൈന്യം വന്ന് ആക്രമിച്ചത്. പക്ഷെ അവിടെയുള്ള ദൈവമക്കളെ എല്ലാം മുടിച്ചു കളയുക എന്നുള്ള ഒരു ലക്ഷ്യം പിശാചിനുണ്ട്. പക്ഷെ അന്നും അവിടെ ദൈവമക്കളെ ഓടിപ്പോയി രക്ഷപ്പെടുവാനായിട്ട് ഒരു അവസരം ദൈവം ഒരുക്കി. അങ്ങനെ ഓടിപ്പോയി രക്ഷപ്പെട്ടു പെല്ല എന്ന സ്ഥലത്ത് അഭയം പ്രാപിച്ച ചരിത്രമൊക്കെ നമുക്ക് ചരിത്രത്തിൽ ജോസഫസ് എന്ന ചരിത്രകാരൻ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെയുള്ളതായിട്ടുള്ള ഒരു ഓടിപ്പോക്ക് ഭാവി കാലത്തിലും ഉണ്ടാകുമെന്നാണ് സഖര്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നതായിട്ടുള്ള ഒരു വേദഭാഗം. അപ്പൊ യെരൂശലേമിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം ചേർന്ന് നടത്തുന്നതായിട്ടുള്ള യുദ്ധം അധർമ്മമൂർത്തിയുടെ നേതൃത്വത്തിലായിരിക്കും. അവനാണ് അതിന്റെ പ്രേരണ കൊടുക്കുന്നത്. എന്നാൽ അതിന്റെ പിന്നിലുള്ളത് ആദ്യം നമ്മൾ വായിച്ചതുപോലെ ഈ അധർമ്മമൂർത്തിയുടെ മൃഗത്തിന്റെ വായിൽ നിന്നും, കള്ളപ്രവാചന്റെ വായിൽ നിന്നും, പിശാചിന്റെ വായിൽ നിന്നും എല്ലാം ഈ ഭൂതാത്മാക്കൾ പുറപ്പെടുകയാണ്. അപ്പൊ ഇത് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും ചെന്ന് അത്ഭുതം പ്രവർത്തിച്ച് ലോക രാജ്യങ്ങളുടെ ആ നേതൃത്വത്തിലിരിക്കുന്ന ഭരണാധികാരികളെ സ്വാധീനിക്കും, അല്ലെങ്കിൽ വശീകരിക്കും. നമുക്ക് യെരൂശലേമിനെതിരെ യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞ് വശീകരിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് നമ്മൾ വെളിപ്പാട് 16 വായിച്ചത്. അപ്പൊ ഇങ്ങനെ വശീകരിച്ച പിശാചിന്റെ പ്രേരണയാല് ദൈവജനം ധാരാളമായി വസിക്കുന്ന യെരൂശലേമിനെതിരെ പിശാചിന്റെ പ്രേരണയാൽ ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്ന ഏകലോക ചക്രവർത്തിയും മതനേതാവും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ
ആ നേതൃത്വത്തിലുള്ള ആളുകളുടെ കൽപ്പനയാൽ അവിടുത്തെ സൈന്യങ്ങളും എല്ലാം വന്ന് യെരൂശലേമിനോട് യുദ്ധം ചെയ്യുമെന്നാണ് നമ്മൾ കാണുന്നത്. സഖരിയ 14 1-2 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവർ നിന്റെ നടുവിൽ വെച്ച് നിന്റെ കൊള്ള വിഭാഗിക്കുവാനുള്ള യഹോവയുടെ ഒരു ദിവസം വരുന്നു. ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പകുതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. അപ്പൊ ഇവിടെ കാണുന്നത് യെരൂശലേമിനെതിരെ സകല ജാതികൾ, ഓൾ ദ നേഷൻസ് എന്നാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. ഓൾ ദ നേഷൻസ്, എല്ലാ രാജ്യങ്ങളും ചേർന്ന് യുദ്ധത്തിന് വരും. ഇന്നിപ്പോൾ ഇസ്രായേലിന് അനുകൂലമായിട്ട് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട അനേക രാജ്യങ്ങളുണ്ട്. അതുപോലെ USA എന്ന് പറയുന്ന അമേരിക്കയുണ്ട്. അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും ഉണ്ട്. എന്നാൽ അവസാന കാലത്ത് ആരും കാണുകയില്ല, ഇവര് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഓൾ ദ നേഷൻസ്, എല്ലാ രാജ്യങ്ങളും ചേർന്ന്. ഇനി ഈ യുദ്ധത്തിന് ചേരാത്ത ചിലർ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, പക്ഷെ വചനം പറയുന്നത് എല്ലാ രാജ്യങ്ങളും ചേർന്ന് യുദ്ധത്തിന് വരുമെന്നാണ്. ഓൾ ദ നേഷൻസ്, എല്ലാ ജാതികളെയും ഇവിടെ കൂട്ടിവരുത്തുകയാണ്. അങ്ങനെ അവർ യെരൂശലേമിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നതായ ഒരു വേദഭാഗം. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു ശേഷിപ്പ് പക്ഷെ അവിടെ ഉണ്ടായിരിക്കും. അതാണ് അവർ ഛേദിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. അത് മറ്റാരുമല്ല, സുവിശേഷം വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് സഭയോട് ചേർന്ന, സ്നാനമേറ്റ് സഭയോട് ചേർന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ തന്നെയാണ്. ആ ക്രിസ്തീയ വിശ്വാസികൾ അവിടെ ധാരാളം ഉണ്ടായിരിക്കും. അവരെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവത്തിന് പദ്ധതി ഉണ്ട്. അപ്പോൾ ദൈവം അവരെ സംരക്ഷിക്കുമെന്നാണ് ഇവിടെ സഖരിയ 14 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അതാണ്. അതുപോലെ മത്തായി 24 15 മുതൽ 20 വരെ വാക്യങ്ങളിലും നമ്മൾ അത് കാണുന്നുണ്ട്. മത്തായി 24 15 മുതൽ 20 വരെ വാക്യങ്ങളിലും സഖരിയാവ് 14 3 മുതൽ 5 വരെ വാക്യങ്ങളിലും ഈ ദൈവജനത്തിന്റെ ഓടിപ്പോക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മത്തായി 24 15 കാണുന്നത്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് എന്നെല്ലാം കർത്താവ് പറഞ്ഞതായിട്ടാണ്. എന്നിട്ട് നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തിലോ ശബ്ദത്തിലോ സംഭവിക്കാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ എന്നും പറയുന്നുണ്ട്. ഇപ്പൊ ഇത് AD 70 ഭാഗികമായിട്ട് നിറവേറിയതും ഇനി കർത്താവിന്റെ രണ്ടാം വരവിനോട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് നിറവേറേണ്ടതുമാണ് ഈ വചനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ക്രിസ്തീയ വിശ്വാസികൾ AD 70 അവര് ഓടിപ്പോയി രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഓടിപ്പോയി രക്ഷപ്പെട്ടപ്പോൾ പക്ഷെ ഈ പുറത്തുണ്ടായിരുന്നതായിട്ടുള്ള അവിശ്വാസികളെ യഹൂദന്മാരെല്ലാം അകത്ത് കയറി, അതായത് നഗരത്തിൽ, യെരൂശലേം നഗരത്തിൽ കയറി അഭയം പ്രാപിച്ചു എന്നാണ് ചരിത്രകാരൻ പറയുന്നത്. അപ്പൊ ക്രിസ്തീയ വിശ്വാസികൾ ഓടിപ്പോയി രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് കർത്താവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഓടിപ്പോയി രക്ഷപ്പെട്ടത്. അതുകൊണ്ട് നമ്മൾ ലൂക്കോസ് 21:20 കാണുന്നത്, സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യെരൂശലേമിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് ക്രിസ്തീയ വിശ്വാസികൾ മനസ്സിലാക്കും. ഈ യെരൂശലേമിനെ സൈന്യം വളഞ്ഞു കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കും. അപ്പോൾ അവർ ഓടിപ്പോകണം എന്നുള്ള കർത്താവിന്റെ മുന്നറിയിപ്പിനെ ഓർക്കും. AD 70 അങ്ങനെ ഓടിപ്പോയതുപോലെ ഭാവി കാലത്തും ദൈവമക്കൾ ഓടിപ്പോയി രക്ഷപ്പെടും എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഖരിയ 14 ഇത് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പകുതി വടക്കോട്ടും മറ്റേ പകുതി തെക്കോട്ടും വാങ്ങിപ്പോകും. എന്നാൽ മലകളുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. യഹൂദ രാജാവായ ഉസ്സിയാവിന്റെ കാലത്ത് നിങ്ങൾ ഭൂകമ്പം ഹേതുവായി ഓടിപ്പോയതുപോലെ നിങ്ങൾ ഓടിപ്പോകും.
എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അപ്പോൾ എന്റെ ജനമായ ആ ജനത്തെ എന്ന് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓടിപ്പോകും, അത് ദൈവത്തിന്റെ ജനമാണ്, ദൈവത്തിന്റെ രക്ഷിക്കപ്പെടുവാനുള്ള ശേഷിപ്പായ ക്രിസ്തീയ വിശ്വാസികളാണ്. അപ്പൊ ഇവിടെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരുമെന്ന് പറഞ്ഞിരിക്കുന്നതാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്. അപ്പൊ അവിടെ അന്ന് വെളിച്ചം ഉണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുമെന്നെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കർത്താവും സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും എന്നൊക്കെ മത്തായി 24-ന്റെ 29, 30 വാക്യങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർത്താവിന്റെ വരവെങ്കിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ വരവിങ്കൽ, കർത്താവിന്റെ ആ രണ്ടാം വരവിങ്കൽ, അതിന് തൊട്ടു മുൻപായിട്ട് യെരൂശലേമിലുള്ള ദൈവജനം ഓടിപ്പോയി രക്ഷപ്പെടുന്നതായിട്ടുള്ള ഒരു രക്ഷയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികൾ ഓടിപ്പോകും, മറ്റുള്ളവർക്ക് നാശമായിരിക്കും ഫലം. AD 70 സംഭവിച്ചതുപോലെ തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ സഖരിയ 14:3 യുദ്ധ ദിവസത്തിൽ യഹോവ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുദ്ധ ദിവസത്തിൽ പൊരുതിയതുപോലെ ആ ജാതികളോട് പൊരുതും. യെരൂശലേമിനെ ആക്രമിക്കുവാൻ വരുന്നതായ ആ സൈന്യങ്ങളോട് യുദ്ധ ദിവസത്തിൽ പൊരുതിയത് പോലെ എന്നുള്ള ഒരു താരതമ്യം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിനെതിരെ നടന്ന ആദ്യ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു സൂചന നൽകുന്നു. ഈ ഇസ്രായേലിനെതിരെ നടന്ന ആദ്യ യുദ്ധം എന്ന് പറയുന്നത് ഫറവോനും സൈന്യവും ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വേണ്ടി മോശയുടെ കാലത്ത് വന്നതായിട്ടുള്ളതാണ് ആദ്യത്തെ യുദ്ധം. ഇസ്രായേലിനെതിരെ നടക്കുന്ന ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് പുറപ്പാട് 14 നമ്മൾ അത് കാണുന്നുണ്ട്. ഇവിടെ ഈ ആദ്യ യുദ്ധത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, ഈ അവസാന യുദ്ധം ഇസ്രായേലിനെതിരെയുള്ള, ഈ ആത്മീയ ഇസ്രായേലിനെതിരെയുള്ള അവസാന യുദ്ധത്തിലും നടക്കുന്നത് ഒരുപോലെയാണ്. മിസ്രയീമ്യർ ഇസ്രായേൽ മക്കളുടെ പിന്നാലെ വന്നപ്പോൾ മോശ വടിയെടുത്തു നീട്ടുവാൻ ദൈവം കൽപ്പിച്ചു. മോശ വടി നീട്ടി, ചെങ്കടൽ രണ്ടായിട്ട് പിളർന്നു. അതിന്റെ നടുവിലൂടെ ഇസ്രായേൽ മക്കൾ രക്ഷപ്പെട്ടു. അവര് കടലിന്റെ നടുവിലൂടെ അക്കരെ എത്തി എന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ ഓടിപ്പോയി രക്ഷപ്പെട്ടു. പിന്നാലെ വന്നതായിട്ടുള്ള മിസ്രയീമിനെ മുഴുവൻ മുക്കിക്കളഞ്ഞു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവിടെ ഈ അവസാന യുദ്ധത്തിൽ ഏതാണ്ട് ഇതുപോലെ ഈ ഒലിവുമല രണ്ടായിട്ട് ദൈവം പിളർത്തിക്കളയും. ഒലിവുമല രണ്ടായിട്ട് പിളർന്നിട്ട് അതിന്റെ നടുവിലുള്ളതായിട്ടുള്ള താഴ്വരയിലേക്ക് നിങ്ങൾ ഓടിപ്പോകുമെന്നാണ് സഖരിയ 14 നമ്മൾ വായിച്ചത്. അപ്പൊ ഈ സഖരിയ 14-ന്റെ 4-5 വാക്യങ്ങൾ കാണുന്നത് ഏതാണ്ട് ഈ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ അന്ന് വിടുവിച്ചതുപോലെ ഒലിവുമല രണ്ടായിട്ട് പിളർത്തിയിട്ട് യെരൂശലേമിന്റെ കിഴക്കാണ് ഈ ഒലിവുമല. ആ കിഴക്കുള്ള ഒലിവുമല രണ്ടായിട്ട് പിളരുമ്പോൾ ഈ യെരൂശലേമിലുള്ള ദൈവമക്കൾ ഓടിപ്പോയി, ഈ രണ്ട് പിളർപ്പുകളുടെ നടുവിലൂടെ ഓടിപ്പോയി രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീരുമെന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ താരതമ്യമുണ്ട്. ഇനി ഇതിന്റെ ഒരു താരതമ്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ പുറപ്പാട് 14-ന്റെ 14 നമ്മൾ കാണുന്നത്, അവിടെ ദൈവം ഒരു ദൂതൻ മുഖാന്തരമാണ് ഇസ്രായേലിനെ രക്ഷിച്ചത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇസ്രായേലിനെ അനുഗമിച്ചിരുന്നതായിട്ടുള്ള ദൂതൻ, അവരുടെ മുമ്പിൽ നടന്ന ദൂതൻ അവരുടെ പിന്നിൽ പോയി നിന്നു. മേഘസംഭവം, അഗ്നിസംഭവം ഒക്കെ പിന്നിൽ നിന്നു. കാരണം എന്താണ്? പുറകെ ഈ മിസ്രയീമ്യർ വരിക അവരെ പിടിക്കുവാൻ. അവര് തമ്മിൽ അടുക്കാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ അവരുടെ പിന്നിൽ പോയി നിന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ഇത് പുറപ്പാട് 14-ന്റെ 14, 19, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്നാണ് 14-ന്റെ 14 കാണുന്നത്. 19 നമ്മൾ കാണുന്നത് ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ദൂതൻ ഇസ്രായേൽ മക്കളുടെ പുറകിൽ പോയി നിന്നു. കാരണം ഇവര് തമ്മിൽ അടുക്കാതിരിക്കാൻ വേണ്ടിയാണ്, ശത്രുക്കൾ അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. പുറപ്പാട് 14-ന്റെ 24 കാണുന്നത്, പ്രഭാതയാമത്തിൽ യഹോവ മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യരെ നോക്കി അവരുടെ രഥചക്രങ്ങളുടെ ഓട്ടം തെറ്റിച്ചു. അത് പ്രയാസമാക്കിയപ്പോൾ അവര് പറഞ്ഞു, ഇതാ ഇസ്രായേലിനു വേണ്ടി അവരുടെ ദൈവമായ യഹോവ യുദ്ധം ചെയ്യുന്നു, നമ്മൾ അവരെ വിട്ട് ഓടിപ്പോക എന്ന് പറഞ്ഞു.
അപ്പൊ ദൈവമാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്നുള്ളത് മിസ്രയീമ്യർക്ക് മനസ്സിലായി. എന്താണ് ദൈവം ചെയ്തത്? ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന ദൂതനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൂതൻ എപ്പോഴും ദൈവമാണ് എന്നുള്ള നിലയിൽ, യഹോവയായ ദൈവമാണ് എന്നുള്ള നിലയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്നെ ഇറങ്ങി വന്നു എന്ന് നമ്മൾ വിചാരിക്കണ്ട. മോശയ്ക്ക് ദൈവം പ്രത്യക്ഷമായപ്പോൾ ദൂതനാണ് പ്രത്യക്ഷമായതെന്ന് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 7 വായിക്കുന്നുണ്ട്. പക്ഷെ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെയും ദൈവമാകുന്നു എന്നാണ്, നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന്റെ ദൂത് വഹിക്കുന്നയാളാണ് ദൂതൻ, ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ ഈ ചെങ്കടൽ രണ്ടായിട്ട് വിഭാഗിച്ചപ്പോഴും ദൂതൻ മേഘത്തിൽ നിന്നുകൊണ്ട് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി അവരുടെ ഓട്ടം തെറ്റിച്ചു, രഥചക്രങ്ങളുടെ ഓട്ടം തെറ്റിച്ചു പ്രയാസമാക്കി. അതുപോലെ സഖരിയ 14 4, 5 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഈ യഹോവയുടെ കാല്, അവന്റെ കാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതാരുടെ കാലാണ്? യഹോവയുടെ കാലാണ്. യഹോവയുടെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവ് മലയിൽ നിൽക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ യഹോവയുടെ കാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹോവയെ പ്രതിനിധീകരിക്കുന്ന ദൈവദൂതന്റെ കാലാണെന്ന് ഇതേ യുദ്ധത്തിന്റെ മറ്റൊരു സാമ്യം, അതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്ന യുദ്ധം എങ്ങനെയാണ് നടന്നത് എന്നുള്ളത് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇവിടെ ഒലിവുമലയിൽ നിൽക്കുന്നതും യഹോവയെ പ്രതിനിധീകരിക്കുന്ന ദൂതനാണ്. യഹോവയ്ക്ക് പകരമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ദൈവജനത്തെ രക്ഷിക്കുവാൻ ഒലിവുമല രണ്ടായിട്ട് പിളർത്തുവാൻ വേണ്ടി യഹോവയുടെ ദൂതൻ ഒലിവുമലയിൽ നിൽക്കുമ്പോൾ അത് യഹോവയുടെ കാൽ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് യേശുക്രിസ്തു അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പുറപ്പാട് പുസ്തകം 14 ദൈവജനത്തെ രക്ഷിക്കുവാൻ ദൂതൻ നിന്നതുപോലെ ഈ ഇസ്രായേലിനെതിരെയുള്ള അവസാന യുദ്ധത്തിലും ദൈവദൂതൻ നിന്നുകൊണ്ട് ഒലിവുമല രണ്ടായിട്ട് പിളർത്തി അതിന്റെ നടുവിലൂടെ ദൈവജനം ഓടിപ്പോകുവാൻ, രക്ഷപ്പെടുവാൻ ഇടയാക്കി തീർക്കുകയാണ്. അപ്പൊ അതുകൊണ്ടുള്ളത് താരതമ്യം, അതുപോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള യുദ്ധത്തിൽ തീർച്ചയായിട്ടും ഈ ഇസ്രായേൽ മക്കൾ എന്ന് പറയുന്ന ആത്മീക ഇസ്രായേൽ ക്രിസ്തീയ വിശ്വാസികൾ രക്ഷ പ്രാപിക്കുകയും അതിനുശേഷം തുടർന്ന് യെരൂശലേം ആക്രമിക്കപ്പെടുകയും ചെയ്യും. കർത്താവിന്റെ വരവ് അതിനെ തുടർന്നാണ്. ആ ആക്രമണത്തിൽ വലിയ കഷ്ടമുണ്ടാകും. വലിയ കഷ്ടമുണ്ടായതിനെ തുടർന്ന് സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കുമെന്ന് മത്തായി 24 29 30 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് സഖരിയാവ് 14 6 7 വാക്യങ്ങളിൽ അന്ന് വെളിച്ചമുണ്ടാകുകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ജ്യോതിർഗോളങ്ങൾ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഇരുണ്ടു പോകുന്നതിനെ തുടർന്നാണ് കർത്താവിന്റെ രണ്ടാം വരവെന്ന് മത്തായി 24 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഖരിയ 14 5 കാണുന്നത് എന്റെ ദൈവമായ യഹോവ അവനോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അതാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്. അതിനു മുൻപായിട്ട് ഒലിവുമലയിൽ നിൽക്കുന്നത് യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തുവിന് ഒലിവുമലയിൽ നിൽക്കുവാൻ പറ്റുകയില്ല എന്ന് പറയാൻ കാരണം യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യനായിട്ട് ലോകത്തിൽ ജീവിച്ചു, പിന്നീട് മരിച്ചടക്കപ്പെട്ട് സ്വർഗാരോഹണം ചെയ്തു, ഇപ്പോൾ ദൈവത്തിന്റെ സകല മഹത്വത്തോടും കൂടെ ഇരിക്കുകയാണ്. അപ്പൊ പിതാവിന്റെ സകല മഹത്വത്തോടും കൂടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഒരു പർവ്വതം പോലും ബാക്കി കാണുകയില്ല. പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുമെന്നാണ് ദൈവവചനം പറയുന്നത്. കർത്താവിന്റെ ആ മഹത്വത്തിന്റെ പ്രത്യക്ഷത അത്ര ഭയങ്കരമാണ്. അതുകൊണ്ട് ഇവിടെ ഒലിവുമലയിൽ നിൽക്കുന്നത് കർത്താവല്ല, പിന്നെയോ യഹോവയെ പ്രതിനിധീകരിക്കുന്ന ദൂതനാണ്. എന്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരുമെന്ന് 5-ാം വാക്യത്തിൽ സഖരിയ 14 5 പറയുന്നതാണ് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ പുറപ്പാട് പുസ്തകം 14 കാണുന്ന പോലെ ഇസ്രായേലിനെതിരെ നടന്ന ആദ്യ യുദ്ധത്തിൽ ദൈവജനത്തെ വിടുവിച്ചതുപോലെ ഈ അവസാന യുദ്ധത്തിലും ഒലിവുമല രണ്ടായിട്ട് പിളർത്തി അതിന്റെ നടുവിലൂടെ ദൈവമക്കൾ ഓടിപ്പോയി രക്ഷപ്പെടുവാനായിട്ട് ഇടയായി തീരും. പക്ഷെ തുടർന്ന് യെരൂശലേം ആക്രമിക്കപ്പെടുകയാണ്. ലൂക്കോസ് 2:20 കാണുന്ന സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്നറിവീൻ എന്നാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒരു ശൂന്യകാലം വരികയാണ്. യെരൂശലേം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ലോകരാജ്യങ്ങളുടെ എല്ലാം സൈന്യങ്ങൾ ചേർന്ന് നടത്തുന്ന യുദ്ധത്തിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ അത് നശിക്കും. ഇത് ലൂക്കോസ് 19:41 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് യെരൂശലേമിനെ കണ്ടു അതിനെക്കുറിച്ച് കരഞ്ഞു പറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്.
നിന്റെ സന്ദർശന കാലം നീ അറിയാത്തത് കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകൂരി നാലുപുറത്തും നിന്നെ വളഞ്ഞ് നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലം നിനക്ക് വരും. ആമേൻ. ഇത് AD 70 ഭാഗികമായിട്ട് നിറവേറിയെങ്കിലും കർത്താവിന്റെ രണ്ടാം വരവെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് നിറവേറും. അവിശ്വാസികളായ യഹൂദന്മാർക്കാണ് വലിയ കഷ്ടം വരുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഖരിയ 12:2 യെരൂശലേം ആക്രമിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും എല്ലാം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന അവിശ്വാസികളായ ആളുകളെയാണ്, യഹൂദന്മാരെയാണ്. അവർക്കാണ് അതുകൊണ്ട് ഈ കഷ്ടം വരുന്നത്. അതുപോലെ മത്തായി 24:21, 22 വാക്യങ്ങളിലും വലിയ കഷ്ടം എന്ന് പറയുന്ന ഒരു കഷ്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ വലിയ കഷ്ടം എന്ന് പറയുന്നത് അവിശ്വാസികളായ യഹൂദന്മാർക്കാണ് ഉണ്ടാകുന്നത്. ഈ ജനത്തിന്മേൽ ക്രോധം ഉണ്ടാകുമെന്നാണ് ലൂക്കോസ് 21:20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഈ ജനത്തിന്മേൽ ക്രോധം ഉണ്ടാകും. അപ്പൊ ദൈവജനത്തെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഉപദ്രവിച്ച് കൊന്നതായിട്ടുള്ള ആ യഹൂദന്മാർക്കാണ് ദൈവത്തിന്റെ ക്രോധം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്ന അവരുടെ മേലാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇവിടെ ഈ വലിയ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന മഹോപദ്രവം എന്താണെന്ന് മനസ്സിലാക്കുവാൻ. മഹോപദ്രവം എന്ന് പറഞ്ഞിരിക്കുന്നത് അവിശ്വാസികളായ യഹൂദന്മാർക്ക് ഈ ലോകരാജ്യങ്ങളുടെ ആക്രമണത്താൽ അവരനുഭവിക്കുന്ന കഷ്ടമാണെന്നാണ് ഇവിടെ മത്തായി 24:21, 22 വാക്യങ്ങളിലും ലൂക്കോസ് 21:20 മുതൽ 23 വാക്യങ്ങളിലും നമ്മൾ കാണുന്നത്. ആ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മഹോപദ്രവത്തെ കുറിച്ച് മനസ്സിലാക്കരുത്. മഹോപദ്രവം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റ് ട്രിബുലേഷൻ, അത് വലിയ കഷ്ടമെന്നാണ് മത്തായി 24:21 നമ്മൾ കാണുന്നത്. ഈ വലിയ കഷ്ടമെന്ന് പറയുന്ന മഹോപദ്രവം ആർക്കാണ്? ഈ ജനത്തിന്മേൽ ക്രോധമുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞ അവിശ്വാസികളായ യഹൂദന്മാർക്കാണ്. ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷപ്പെടുകയില്ല, അവശേഷിക്കുകയില്ല എന്നാണ് കർത്താവ് തുടർന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വലിയ കഷ്ടം എന്ന് പറയുന്ന മഹോപദ്രവം ആർക്കാണ് എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അത് ദൈവജനത്തെ ഉപദ്രവിച്ച, കൊന്നൊടുക്കിയ, അത് 1-ാം നൂറ്റാണ്ടിലാണെങ്കിലും ഭാവിയിലും അവിശ്വാസികളായ യഹൂദന്മാര് ദൈവജനത്തെ ഉപദ്രവിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് മത്തായി 24-ലും മർക്കോസ് 13-ലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവരുടെ മേലാണ് ക്രോധം ഉണ്ടാകുന്നത്. കർത്താവിന്റെ കോപം ഒരിക്കലും ദൈവജനത്തിനെതിരെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വിശ്വാസികൾക്ക് മഹോപദ്രവം ഉണ്ടാകുമെന്ന് ആരും പറഞ്ഞാലും വിശ്വസിക്കരുത്. വിശ്വാസികൾക്ക് മഹോപദ്രവം ഇല്ല. മഹോപദ്രവം എന്ന് പറയുന്നത് ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്നു? അത് ലോകരാജ്യങ്ങൾ യെരൂശലേമിനെതിരെ നടത്തുന്ന യുദ്ധത്തോട് ബന്ധപ്പെട്ട് അവിശ്വാസികളായ യഹൂദന്മാർക്ക് നേരിടുന്ന കഷ്ടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ കഷ്ടം ആർക്കാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഈ കഷ്ടത്തെക്കുറിച്ച് അല്പകാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കുവാനായിട്ടുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാമെന്ന് താല്പര്യപ്പെടുന്നു. അതുകൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഹർമഗദ്ദോൻ യുദ്ധം എന്ന് പറയുന്ന യുദ്ധം അവിശ്വാസികളായ ആളുകളെയെല്ലാം സ്വാധീനിച്ച് പൈശാചിക ശക്തികൾ ദൈവജനത്തിനെതിരെ നടത്തുന്ന പോരാട്ടമാണ്. അതുപോലെ യെരൂശലേമിനെതിരെ നടത്തുന്നതായ സൈനിക ആക്രമണവുമാണ്. അത് ദൈവം നേരത്തെ തന്നെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനെ നേരിടുവാൻ വേണ്ടി ദൈവജനം ഒരുങ്ങിയിരിക്കണം. യെരൂശലേമിനെതിരെയുള്ള ആക്രമണത്തിൽ അവിടെയുള്ള ദൈവജനത്തെ, ക്രിസ്തീയ വിശ്വാസികളെ ഒലിവുമല 2ആയിട്ട് പിളർത്തി ദൈവം രക്ഷിക്കും. എന്നാൽ അവിശ്വാസികൾക്കെല്ലാം വലിയ നാശമുണ്ടാവുകയും യെരൂശലേം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൂടുതലായിട്ട് പിന്നീട് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.